ആയിക്കോട്ടുകാരെ, നമ്മളിപ്പോ നിൽക്കുന്നത് കൽപ്പാത്തിയിലാണ് കേട്ടോ. കൽപ്പാത്തിയിലെ അഗ്രഹാരാണ്. ആ ഗ്ലാസ് ഇട്ട റൂമിന്റെ ഉള്ളില് രഥങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്. പേര് കൽപ്പാത്തി രഥോത്സവം നടക്കുന്ന രഥങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്. കൽപ്പാത്തിയിലെ ഗണപതി ക്ഷേത്രമാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ ആദ്യം തന്നെ ഗണപതി ക്ഷേത്രത്തിലെ ദർശനത്തിന് വന്നിരിക്കുകയാണ് കേട്ടോ. കൽപ്പാത്തിയിലെ രഥോത്സവത്തിന് ഉപയോഗിക്കുന്ന രഥങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഗ്ലാസ് ഇട്ട റൂമിൽ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. കൽപ്പാത്തിയിലെ വിശാലാക്ഷി സമേത ശ്രീ വിശ്വനാഥ സ്വാമി ക്ഷേത്രമാണ് കേട്ടോ ഈ കാണുന്നത്. കൽപ്പാത്തി ശിവക്ഷേത്രത്തിലെ പുഴയാണ് ഈ കാണുന്നത്. ഇത് ബലിതർപ്പണം ചെയ്യുന്ന ഓരോ ഷെഡുകളാണ് കേട്ടോ. കൽപ്പാത്തിയിലെ മന്ദാകര ഗണപതി ക്ഷേത്രമായിട്ടായി കാണുന്നത്. ഞങ്ങള് കൽപ്പാത്തിയിലെ ദർശനം കഴിഞ്ഞിട്ട് ഇവിടുന്ന് യാത്ര ചെയ്യാൻ തുടങ്ങാം കേട്ടോ. അങ്ങനെ ഞങ്ങള് കൽപ്പാത്തിയിൽ നിന്ന് പോകുന്ന അഹല്യയിലെത്തിട്ടോ. ഇനി രാവിലത്തെ ചായ കുടിയൊക്കെ അഹല്യയിലാണ്. ഇങ്ങനെ അഹല്യയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അഹല്യ ഒരു 3 പഞ്ചായത്തുകളിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. 5000 ഏക്കറോളം ഭൂമി ഉണ്ടെന്നാണ് പറയുന്നത് ഇവർക്ക്. അഹല്യ കണ്ണാശുപത്രി, അങ്ങനെ അഹല്യ പബ്ലിക് സ്കൂള്, അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. കിലോമീറ്ററോളം വണ്ടി ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഓടിയാലാണ് എല്ലായിടത്തും എത്താൻ പറ്റുള്ളൂ. ഇവിടെ രണ്ടിടത്തായിട്ട് കയറാൻ 170 രൂപയാണ് കേട്ടോ എൻട്രി ഫീസ്. ഒരിടത്ത് മാത്രം കയറണമെങ്കിൽ 100 രൂപ, മറ്റിടത്തും കയറണമെങ്കിൽ 100 രൂപ. അങ്ങനെ ഒറ്റയ്ക്ക് കയറണമെങ്കിൽ 100, 100, 200 വരും. രണ്ടിടത്തും കൂടി ഒരുമിച്ച് കയറുകയാണെങ്കിൽ
170 രൂപയാണ് ടിക്കറ്റ്. പിന്നെ ഞങ്ങളുടെ രാവിലത്തെ ചായയൊക്കെ ഞങ്ങളിവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനി ചായ കുടിക്കാനുള്ള ശ്രമത്തിലാണ്. കുറച്ച് ദൂരമാണ് നടക്കാണ്ട്. ഈ വലിയ ബസ്, ഇവിടെ ഒരു പാലമുണ്ട്, അതിൻ്റെ അടിയിൽ കൂടെ അത് പോവില്ല, തടസ്സമാണ്. പാലം ഹൈറ്റ് ഇല്ല. അപ്പോൾ അത് കാരണം വലിയ ബസ് ഇവിടെ നിർത്തിയാൽ കുറച്ച് ദൂരം നടക്കാണ്ട്. അങ്ങനെ ഈ കാണുന്നതാണ് കേട്ടോ പാലം. ചെറുവണ്ടികളൊക്കെ ഇതിൻ്റെ അടിയിൽ കൂടെ പോവുള്ളൂ. വലിയൊരു ബസ് പോകാത്ത കാരണം ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ദൂരമായിട്ട് നടന്നു പോകണം. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് കാണാനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് ശില്പങ്ങളും മ്യൂസിയങ്ങളും അനവധി മ്യൂസിയങ്ങളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. എല്ലായിടും നടന്നെത്തണമെങ്കിൽ കുറേ ദൂരം നടക്കാണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ്, ഏക്കറോളം സ്ഥലത്താണ് ഈ അഹല്യ ഒരു ഹെറിറ്റേജ് വില്ല സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഇവിടെയാണ് കേട്ടോ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറായിരിക്കുന്നത്. അങ്ങനെ രാമശ്ശേരി ഇഡ്ഡലി, വട, സാമ്പാർ, ചട്നി, ഇതൊക്കെയാണ് രാവിലത്തെ ചായ ഐറ്റംസ് കേട്ടോ. രാമശ്ശേരി ഇഡ്ഡലി ആയിട്ടായി കാണുന്നത്. ഇത് ദോശയല്ല, ഇഡ്ഡലി അല്ലാത്തൊരു ടൈപ്പിലുള്ള ഒരു ഐറ്റാണ്. കട്ടിയുള്ള ദോശ പോലെ ഇരിക്കും രാമശ്ശേരി ഇഡ്ഡലി. നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റം കേട്ടോ. രാമശ്ശേരിയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ ഞങ്ങൾക്ക് സപ്ലൈ ചെയ്യാണ്. നല്ല വിശാലമായൊരു ഡൈനിങ് ഹാളാട്ടോ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വലിയ ടേബിളുകളും ഡൈനിങ് ടേബിളൊക്കെ വലുതാട്ടോ. ഒരുപാട് ആൾക്കാർക്ക് ഒരുമിച്ച് ഇങ്ങനെ വട്ടത്തിലിരിക്കാൻ പറ്റിയൊരു രീതിയിലാണ് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സ്ത്രയണം അഹല്യ കൾച്ചർ പാർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പണ്ടോദരി 5 കന്യകമാരെ പറ്റിയിട്ടുള്ള ശില്പങ്ങളുണ്ട്. സത്യവാൻ സാവിത്രിയെ പറ്റിയുള്ളതുണ്ട്. ഇത് കുമാരനാശാന്റെയും അതേപോലെ തന്നെ വയലോപ്പള്ളിയുടെ ആയിട്ടുള്ള ഈ ഇങ്ങോട്ട് സാഹിത്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ലാസ്റ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ 128 ശില്പങ്ങളാണ്. ഇന്ത്യയിൽ തന്നെ ഇങ്ങനെ ഒരു 17 ഏക്കറിൽ ഇത്ര വ്യാപിച്ച് കിടക്കുന്നൊരു ഇല്ല, ഒരു ഗാർഡൻ ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും അഹല്യയിലെ കരിങ്കൽ ശില്പങ്ങൾ കാണാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. 128ഓളം കരിങ്കൽ ശില്പങ്ങൾ ഉണ്ടെന്നാണ് നമ്മുടെ ഈ ഗൈഡ് നമ്മളോട് പറഞ്ഞത്. ഇത് ഈ തമിഴ്നാട്ടിലെ ആൾവാർ ശില്പങ്ങളെ പറയും. ആൾവാർ കവികൾ കേട്ടിട്ടുണ്ടോ? അതിലെ 12 കവികളുണ്ട്. ആ 12 കവികളുടെ ശില്പങ്ങളാണ്. അതിലൊരു ആണ്ടാൾ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്, ലേഡി ക്യാരക്ടർ, ഒരു സ്ത്രീ. ഇതിലെല്ലാം അതിൻ്റെതായ പേരുണ്ട്. ഈ ആൾവാർ ശില്പങ്ങളുടെ ഒരു കലണ്ടറോ ഉപയോഗിച്ചോ നമുക്ക് ആരും കിട്ടിയിട്ടില്ല. ഇതുവരെ ഒരു കിട്ടിയിട്ടില്ല. അത് കാരണം
ഈ കരിങ്കൽ ശില്പങ്ങളൊക്കെ കണ്ടു വന്നു കഴിഞ്ഞാൽ നല്ലൊരു റെസ്റ്റ് റൂം ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കുറച്ചു നേരം വിശ്രമിക്കാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ട്. AC ഹോളാണ്. ഒരു പ്രത്യേക രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ കരിങ്കൽ ശില്പങ്ങളൊക്കെ ഉള്ള പാർക്കൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇപ്പുറത്ത് മ്യൂസിയങ്ങളുണ്ട് കേട്ടോ. അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുക. കുറച്ച് ദൂരം ഉണ്ട്, 1 കിലോമീറ്ററോളം ഉണ്ട്. അപ്പൊ ഞങ്ങൾ ബസ്സിൽ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത മ്യൂസിയങ്ങളിലേക്കാണ് യാത്ര. അങ്ങനെ അഹല്യയിലെ പുരാവസ്തു മ്യൂസിയം ആണ് കേട്ടോ. പുരാവസ്തു മ്യൂസിയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മ്യൂസിയത്തിലേക്ക് കടക്കുന്ന കവാടത്തിൽ തന്നെ ചെറിയൊരു കാറ് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇവിടുത്തെ ഓണറുടെ ആദ്യത്തെ ഇലക്ട്രിക് കാറാണ്. അതിപ്പോ ഇവിടെ പുരാവസ്തുവായിട്ട് വെച്ചിരിക്കുക എന്നാ പറഞ്ഞത്. അങ്ങനെ നമ്മള് മ്യൂസിയത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു കേട്ടോ. ഇവിടെ ഒരുപാട് പഴയ ഐറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ചർക്കയാണ്, ഇത് നെയ്ത്ത് ശാലയാണ്. നെയ്ത്ത് ശാലയിലെ യന്ത്രങ്ങളൊക്കെയാണ്. ഇത് അഹല്യ പബ്ലിക് സ്കൂളിന്റെ ഒരു മാതൃകയാണ് കേട്ടോ ഈ കാണുന്നത്. മിനിയേച്ചർ സ്കൂളിന്റെ, അഹല്യ പബ്ലിക് സ്കൂളിന്റെ ഒരു മിനിയേച്ചർ. ഒരുപാട് പെയിന്റിങ്ങുകളൊക്കെ കാണാൻ കേട്ടോ. അതിമനോഹരമായ പെയിന്റിങ്ങുകൾ. പഴയ കാലത്തെ പെട്രോൾ മാക്സ്, കമ്പിറാന്തലുകള്, പഴയ വാഹനങ്ങളിലൊക്കെ വെച്ചിരുന്ന ലൈറ്റുകള്, ടൈം പീസുകള്, ടോർച്ചുകള്, ആദ്യമായി വന്ന കറണ്ടിന്റെ ടോർച്ച്, പഴയകാല ക്യാമറ, ടേപ്പ് റെക്കോർഡർ, അങ്ങനെ ഗ്രാമഫോണ്, അങ്ങനെ എല്ലാ ഐറ്റവും ഉണ്ടാവും.
ഈ മ്യൂസിയത്തില് നമ്മുടെ പ്രശസ്തരായ എല്ലാ ആളുകളുടെയും കാർട്ടൂൺ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അടുത്തൊരു മ്യൂസിയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് മ്യൂസിയങ്ങൾ അവിടെ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ചാത്തന്നൂരുള്ളൊരു സിദ്ധൻ ഇവിടെ താമസിച്ചിട്ടുണ്ട്. ഈ കാണുന്നത് കളിമൺ ശില്പങ്ങളുടെ ഒരു മ്യൂസിയം ആട്ടോ. നിറച്ച് കളിമൺ ശില്പങ്ങളാണ് ഈ കാണുന്നതൊക്കെ. അതിമനോഹരമായ ശില്പങ്ങളാട്ടോ കളിമണ്ണിൽ തീർത്തിരിക്കുന്നത്. അങ്ങനെ ഞങ്ങള് വീണ്ടും രാവിലെ ചായ കുടിച്ചിടത്തേക്ക് തന്നെ എത്തി. ഇവിടെ ഉച്ചയൂണ് ഇവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉച്ചയൂണ് കഴിക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ. കുറെ ആളുകളൊക്കെ ഉച്ചയൂണ് കഴിച്ചു. ഇപ്പൊ ഞങ്ങളൊക്കെ ഇത് ലാസ്റ്റ് വന്നു കഴിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. വെജിറ്റബിൾ ഊണാട്ടോ, പായസത്തോടു കൂടിയ വെജിറ്റബിൾ ഊണ്. Avevo ucciso andiamo Coimbatore cercano il teatro a po' video lento buonarno Coimbatore teatro video ti sei in l'amato a parte mediante l'auricarno mi resta mai like share subscribe e se non mercato se fotega e le vengo da video e prime commentate e non per